ഹായ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ ചിക്കൻ്റെ പാർട്സ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ അത് റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉള്ളിയും അതിനുള്ള സാധനങ്ങളെല്ലാം തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു വെച്ചു. അതിനുശേഷം നമ്മൾ ആ ചിക്കൻ്റെ പാർട്സ് നമ്മൾ നല്ലവണ്ണം കഴുകി ഒരു 2 പ്രാവശ്യം അത് ഞുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി നമ്മൾ കുക്കറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് അതിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു. വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. കാശ്മീരിയും നമ്മൾ എരിവുള്ള മുളക് കൂടെ മിക്സ് ചെയ്ത പൊടിയാണ്. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. വീണ്ടും കുറച്ച് കുരുമുളക് പൊടി അതും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വന്നിട്ട് നമ്മൾ ഗരം മസാല അതും ഒരു ശകലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നതിനകത്ത് നിന്ന് ശകലം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സവോളയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പച്ചമുളകും കുറച്ച് കരിയാപ്പിലയും അതും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. അത് വേകാനുള്ള വെള്ളം ഒഴിച്ചു. അതിന് ശേഷം കുക്കർ നന്നായി അടച്ച് നമ്മൾ നല്ല ടൈറ്റ് ചെയ്ത് അടച്ച് നമ്മൾ സ്റ്റൗ ഒന്ന് കത്തിച്ച് നമ്മൾ ആ സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 8 വിസിൽ ആകുമ്പോഴത്തേക്ക് നമ്മളത് ഓഫാക്കി വെക്കണം. അതിന് ശേഷം ഒരു 10-15 മിനിറ്റ് അത് അവിടെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആവിയിലിരുന്ന് വെന്തോളും. അതിനുശേഷം നമ്മളൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ച് സ്വല്പം കടുകിട്ട് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ വീണ്ടും അതിനകത്ത് കറിവേപ്പിലയും പച്ചമുളകും നമ്മൾ ഇട്ട് കൊടുക്കുക. അതൊന്ന് അത്യാവശ്യം ഒന്ന് ചേർത്ത് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ചേർത്ത് ഇളക്കുക. നമ്മളൊരു പൊടിക്ക് അതൊന്ന് നല്ലപോലെ ഒന്ന് വഴന്നു വരാൻ വേണ്ടി നമ്മളൊരു അല്പം ഉപ്പിട്ട് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് തുറക്കുക. അതിനുശേഷം നമ്മൾ അതിനകത്തുനിന്ന് വേവിച്ച് വെച്ച് മസാലയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പാർട്സ് അത് നമ്മളിപ്പം മസാല ഇളക്കിക്കൊണ്ടിരിക്കുന്ന ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് പോരെങ്കിൽ ശകലം ചേർക്കുക. അതിനുശേഷം നമ്മൾ മേമ്പൊടിയായിട്ട് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും ഒരു അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. നല്ല അടിപൊളി ചിക്കൻ പാർട്സ് റോസ്റ്റ് ആയിരിക്കും. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.